എന്തോ അമ്മ ഇത്? അതെ, സത്യം പറഞ്ഞ അമ്മയുടെ ഈ സസ്പെൻസ് എന്നെ കൊല്ലാക്കൊല ചെയ്യാ കേട്ടോ. ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നീ മുറിയിലേക്ക് ചെല്ല്. ആഹാ, ഒരുക്കി ഇറക്കി എന്നെ കൊണ്ടുവന്നത് ഉറങ്ങാൻ വിടാനാണോ? ചെല്ലടാ. അമ്മ ഇതൊക്കെ എന്തിനാ ചെയ്തതെന്നേ നിനക്കകത്ത് കയറി ചെല്ലുമ്പോ മനസ്സിലാവും. ചെല്ല്. എടാ ചെല്ല്. പോ. ചെല്ല്. ഭഗവാൻ എനിക്ക് ശക്തി തരണേ. ഇനി ഒരിക്കലും എന്റെ ചിന്തയെ പോലും ശേഷിക്കരുത്. എല്ലാം മായ്ച്ചു കളയണേ. കൃഷ്ണന് പ്രിയം രാധയോടല്ലേ? കൃഷ്ണൻ ഒരിക്കലും രാധയെ കൈവിടാൻ സാധിക്കില്ല. എല്ലാത്തിന്റെയും അവസാനം രാധാകൃഷ്ണ സംഗമമാണ്. സമാധാനിക്കൂ. നീ എന്നെ ട്രാപ്പ് ചെയ്യാനാണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? പറയാൻ ഓടി. ചെറിയമ്മേ, പ്രിയങ്ക നമ്മുടെ ശത്രുവാ. രാധികയോട് നമുക്കുള്ള ശത്രുത അതിൽ കൂടുതലും. അപ്പൊ പിന്നെ അവര് തമ്മിൽ തല്ലാനൊരു അവസരം ഉണ്ടായാ അത് കളയാൻ പാടുണ്ടോ? ചെറിയമ്മ നേരിട്ട് കണ്ടിട്ടുണ്ട്. അമ്മ നേരിൽ കണ്ട കാര്യം അതിനെ നേരിട്ട് അനുഭവിക്കേണ്ടത് പ്രിയങ്കയാ. വരുണും രാധികയും തമ്മിലുള്ള തെറ്റായ ബന്ധം പ്രിയങ്കയുടെ കണ്ണില് നമ്മൾ കാണിച്ചു കൊടുക്കും. എന്നിട്ടിപ്പോ ചേച്ചിയെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അവളോട് ചേച്ചിയെ കൊല്ലാൻ നമ്മൾ പറയും. എന്നിട്ട് അവള് കൊല്ലുവോ? കൊല്ലും. സംശയം എന്താ? കൊല്ലട്ടെ. ഒരുത്തി ചത്തുപോവും, അടുത്തവള് ജയിലിലും ആവും. എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭമാ. എങ്കി കൽപ്പന അതിനുള്ള മാർഗങ്ങൾ നോക്കോ. എത്രയും പെട്ടെന്ന് വേണം. ഏട്ടത്തി ഈ ചൂടില് നിൽക്കുമ്പോ തന്നെ എല്ലാം വെട്ടി ഒതുക്കണം. ഇനി അവള് സംസാരത്തിന്റെ കാര്യം പറഞ്ഞെന്റെ മുമ്പിൽ വരട്ടെ. അവൾക്ക് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാം കൽപ്പന എന്താണെന്ന്. നമ്മൾ ഒഴിച്ചാരും ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കണ്ട ചെറിയമ്മേ. അനുഭവിക്കട്ടെ, എല്ലാരും അനുഭവിക്കട്ടെ. മോനെ, മുത്തശ്ശി, എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണ്ട. എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കുകയാണ് മുത്തശ്ശി. ഉള്ളു നിറച്ച് സ്നേഹവും വെച്ച് രാധയെ എന്നെ തോൽപ്പിക്കുന്നു. അതിനെന്റെ അമ്മ പോലും കൂട്ടു നിൽക്കുന്നു. ഇവരാരെങ്കിലും എപ്പോഴെങ്കിലും എന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? സത്യത്തിൽ ഞാൻ ചെയ്ത തെറ്റെന്താ മുത്തശ്ശി? ഇന്ന് വരെ രാധയെ മറ്റൊരു പെൺകുട്ടി ഞാൻ മനസ്സിൽ താലോലിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. അവളെ സ്നേഹിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. ഞാൻ അവളുടെ ഭർത്താവാ. അമ്മയ്ക്കോ ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്കോ അതറിയില്ലായിരിക്കാം. പക്ഷെ അയാൾക്കറിയില്ലേ, മുത്തശ്ശിക്കറിയില്ലേ? നീ ഇങ്ങനെ ചോദിക്കുമ്പോ കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷേ രാധിക നിൽക്കുന്ന സ്ഥാനം കൂടി ഓർക്കണ്ടേ? അവളുടെ മനസ്സിൽ നിന്നോട് എത്ര സ്നേഹം ഉണ്ടായാലും
അത് തുറന്നു പറയാൻ പറ്റിയ ഒരവസ്ഥയിലാണോ അവള്? സ്വന്തം ജീവൻ തന്നെ എടുത്തു വളർത്തിയ അച്ഛനമ്മമാർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി. പോകുന്നൊക്കെ കരുതിയാ ഞാനൊന്നും അറിയിക്കാത്തത്. പക്ഷേ എടാ, പണ്ട് നീ എന്റെയും മുത്തശ്ശന്റെയും പ്രണയത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് നീ പ്രണയത്തിനെക്കുറിച്ച് ഒരുപാട് നന്നായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. എത്ര ദൂരത്തായാലും എത്ര മോശം അവസ്ഥയിലായാലും രണ്ടുപേര് തമ്മിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അനുഭവമാണെന്നൊക്കെ പറയുമായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? എടാ, തമ്മിൽ തല്ലുന്ന രണ്ട് കുടുംബങ്ങളിൽ പെട്ടു പോയവരില്ലേ? തമ്മിൽ തല്ലുന്ന രണ്ട് രാജ്യങ്ങൾക്കുള്ളിൽ പ്രണയം വച്ച് ജീവിച്ചവരില്ലേ? ആരൊക്കെ എതിർത്താലും അവസാനം അവരൊന്നിച്ചു ചേരുന്നത് കണ്ടിട്ടില്ലേ? അതാടാ പ്രണയത്തിന്റെ ശക്തി. അതിനുവേണ്ടി മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണം കാത്തിരിക്കുക എന്നതാ. പിന്നെ പത്മിനിയുടെ കാര്യം,